ഹായ് ഗൈസ്, നമുക്ക് ഇന്നൊരു മത്തയില തോരൻ ഉണ്ടാക്കാമേ. ഇത് ഞാൻ നാട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അനിയത്തിൻ്റെ വീട്ടിലാണ് ഇന്ന്. അവിടെ അയ്യത്ത് നിൽക്കുന്നത്, പറമ്പിൽ നിൽക്കുന്നതാണ്. അവിടുന്ന് പറിച്ചുകൊണ്ട് വന്നതാണ്. നമുക്കിപ്പോൾ ഇത് കഴുകി ഇതൊരു തോരൻ വെക്കാം. എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. മത്തയില അങ്ങനെ കഴുകി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. എൻ്റെ അനിയത്തി ഇത് ചീര അരിയാണ്. പുള്ളിക്കാരി നല്ല സൂപ്പറായിട്ട് വേഗം ഒക്കെ അരി. നമ്മുടെ കൂട്ട് കട്ടറൊന്നും വേണ്ട അവർക്ക്. അവർ കൈ വെച്ചങ്ങനെ അരിയുക. കുളിച്ചേച്ച് വന്നിങ്ങനെ നിൽക്കുക. നോക്ക്, ഇത് അരിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്കിത് തോരൻ വെക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. കണ്ടോ, എൻ്റെ കൊച്ചുമോൻ ഇവിടെ നിന്നുകൊണ്ട് മതിയെന്ന് പറയുന്നു. കാശി ഇതാണ്ട് ഇങ്ങോട്ട് നോക്കിക്കേ. ഒരു ടാറ്റ പറഞ്ഞേ, ഇതാണ്ട് ഒരു ഹായ് പറഞ്ഞ്. ഹായ്. ഇതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കാൻ വേണ്ടി എൻ്റെ അനിയത്തി ഇച്ചിരി തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. എത്ര പച്ചമുളകായിട്ട്? 2 പച്ചമുളക്. പച്ചമുളക് ഇടണോ അതോ ചുമന്ന മുളക് കണ്ടിച്ചിടാവുന്നോ? പച്ചമുളക് ഇട്ടാൽ മതിയോ? പച്ചമുളക് പുള്ളിക്കാർ ചെയ്യുന്ന മെത്തേഡാണ്. പച്ചമുളക്, വെളുത്തുള്ളി, പിന്നെ ജീരകം അല്ലേ, ജീരകം കൂടി ഇട്ട് ഒരു ചുറ്റ് വിട്ടെടുക്കണം. ഇത് നമുക്കിപ്പോൾ ഒരു ചുറ്റ് വിട്ട് എടുത്തോണ്ട് വരാം. ഈ കൊച്ചുള്ളി എന്തിനാ വെച്ചേക്കുന്നേ? കൊച്ചുള്ളി. ശരി. ഇപ്പം അരയ്ക്കാൻ ഇത്രയും മതിയല്ലേ? ഇപ്പം ജീരകം ഇടണം. ജീരകം കൂട്ട് അരച്ചെടുത്തുണ്ട്. അരച്ചെന്ന് പറഞ്ഞാൽ ഒരു ചുറ്റി വിട്ടെടുത്തു. ഒരു ചീനച്ചട്ടി വെച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കടുക് ഇടുന്നുണ്ട്. കടുക് നന്നായി ഒന്ന് പൊട്ടിയതിന് ശേഷം നമുക്ക് കൊച്ചുള്ളിയാണോ ഉള്ളിയാണോ അതോ പരിപ്പ്? അവിടെ ഇച്ചിരി പരിപ്പൊക്കെ ഇടുന്നുണ്ട്. ഉഴുന്ന് പരിപ്പും കടലപ്പരിപ്പും. പരിപ്പ് ഇട്ടതൊന്ന് മൂത്തതിന് ശേഷം നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കണം അല്ലേ. കടുക് പൊട്ടി. ഇനി അതിനകത്തോട്ട് കടലപ്പരിപ്പും ഉഴുന്ന് പരിപ്പും കൂടി ഇടുന്നുണ്ട്. അതിനുശേഷം ഉള്ളി ചെറുതായി അരിഞ്ഞ ഉള്ളിയെ അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനകത്തോട്ട് അതെന്തോ ഇട്ടോ, ഉണക്കമുളകോ? ഓരോ ഉണക്കമുളകും പുള്ളിക്കാരി ചേർത്തിട്ടുണ്ട്. ഉള്ളി ഇട്ടിട്ടുണ്ട്. ഉള്ളിയെല്ലാം നന്നായി ഒന്ന് മൂത്ത് വരട്ടെ. മൂത്ത് വന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഇത് ചെയ്യുന്ന അരപ്പോ? കരിയാപ്പല. കറിവേപ്പില ഇട്ടിട്ടുണ്ട്. എൻ്റെ കൂട്ട് അവക്കും കറിവേപ്പില ഏറെ ഇടണം. കറിവേപ്പിലയെല്ലാം അങ്ങനെ നന്നായി വറവെല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഇനി നമ്മൾ എന്തോ ഇടും? അരപ്പ് ചേർക്കും. അരപ്പോ ചീരയോ? ചീര ചേർത്ത് കൊടുക്കും. അപ്പോൾ അരപ്പ് എപ്പോഴാണ് ഇടുന്നത്? അതിന് പുറത്തോട്ട് ഇടുവോ? കാരണം ഞാൻ ഇത് വെച്ചിട്ടില്ല, ഞാൻ ആദ്യമായിട്ടാണ്. അപ്പോൾ ഞാൻ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞിട്ട് ഈ മത്തയില തോരനായിരുന്നു കറി എന്നൊക്കെ പറഞ്ഞ്. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഇച്ചിരി മത്തയില തോരൻ ഉണ്ടാക്കി തരണേന്ന് പറഞ്ഞതിന് അവൾ എനിക്ക് വേണ്ടി കുറേ മത്തയില നിർത്തിയിരുന്നതാണ്. അപ്പം അങ്ങനെ പറിച്ചെടുത്ത് നന്നായി അരിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഉപ്പാ. പുള്ളിക്കാരിക്കൊക്കെ കയ്യളവാണ് കേട്ടോ, നമ്മുടെ കൂട്ടൊന്നുമല്ല. ഉപ്പിട്ടിട്ടുണ്ട്. ഇളക്കുന്നു. നന്നായി ഇളക്കിയിട്ട് അരപ്പും അതിനകത്തോട്ടിടും അല്ലേ. നമ്മുടെ ചീരയൊക്കെ നമുക്ക് പെട്ടെന്ന് വെന്ത് വരുമല്ലോ. ഇനി ഇതിനകത്തോട്ട് അരപ്പ് ചേർക്കണോ? ഇത് അരപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ഈ അരപ്പും വെള്ളം ഒഴിച്ച് ഇച്ചിരി വെള്ളം മതി അല്ലയോ? ചീരയ്ക്ക് വെള്ളം ഉള്ളതല്ലേ, ശകലം മതി. അതും കൂടെ എടുത്ത് അടച്ചു വെച്ച് ആവിയിൽ വേവിക്കണം അല്ലേ. ഇളക്കണോ? പുള്ളിക്കാരി വലിയ ഇതിലൊക്കെയാ, ഡെക്കറേഷനിലൊക്കെയാ. അടി ഇതിനെ അടച്ചു വെക്കണോ? ഇനി വല്ലതും ഇടണോ? മഞ്ഞപ്പൊടി ഇച്ചിരി ഇട്ടതായിരുന്നോ? മഞ്ഞപ്പൊടി ഇട്ട് അടച്ചു വെച്ച് വേവിക്കുക. ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ തോരനൊന്ന് ഇളക്കിയൊക്കെ ഒന്ന് കൊടുക്കണം. വെന്തിട്ടുണ്ടല്ലേ ഇത്? എന്ത് പെട്ടെന്നാകുന്നേ അല്ലേ, ചീരയല്ലേ.
ചീര അപ്പം പെട്ടെന്നാകും. കാശി കാശി എന്തെടുക്കുവാ അവിടെ? കാശി ബക്കിൾ ഒടിച്ച് കളഞ്ഞ്. എന്തുവാ അതിന്റെ പേരെന്തുവാ? ബക്കിള്. ബംഗിളോ? ആ കാശി എന്തിനാ ബംഗിൾ ഒടിച്ചത്? കിയാമ എന്തോ എടുക്കും ഇനി ബംഗിളിന്? ബംഗിളിന് എന്തോ എടുക്കും ഇനി? ഇവിടെ ഇരുന്നോണ്ട് വേല കാണിക്കുവോ? കണ്ടോ? കൊച്ചുമോനാ, ഞങ്ങളുടെ കൊച്ചുമോനാ ഇത്. കാശി വേദിക്ക്. മോൻ്റെ പേരെന്തുവാ? കാശി. ഇരട്ടക്കുട്ടികളാണ് വേദിക്കും ഭാമിക്ക്. എന്തിയേ ബംഗിളെന്തിയേ? ബംഗിള് കുഞ്ഞ് തല്ലിപ്പൊട്ടിച്ചത് എന്തിയേ? എന്തിയേ? ദാണ്ട കണ്ടോ? താഴെ ഇട്ട് അടിച്ച് പൊട്ടിച്ചോ കുഞ്ഞ്? കണ്ടോ? ഇനി ഗീതാമ്മ എന്തോ എടുക്കും? എൻ്റെ അനിയത്തിയാ കുളിച്ചേച്ച് നിൽക്കുക. അങ്ങനെ പണിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക പുള്ളിക്കാരിയെ. കണ്ടോ? അവനത് പൊട്ടിച്ച്. അപ്പോൾ അവള് പറഞ്ഞ് അവള് മുട്ടയിട്ട് അങ്ങനെ ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞപ്പോൾ ഞാനാ പറഞ്ഞതെടി 2 മുട്ടയും കൂടി ഇടടി, ഈ മുട്ടയും കൂടി ഇട്ട് പൊട്ടിച്ചാൽ അത് ഒന്ന് ചുരുട്ടിയെടുത്താൽ നല്ലതാന്ന് പറഞ്ഞു. അതിന് അവൾ ആദ്യമായിട്ട് 3 മുട്ട ഇടും. ആദ്യമായിട്ടാണ് അവൾ മുട്ടയിട്ട് ചേർക്കുന്നത്. ഇഞ്ചി തീ കൂട്ടി വെക്ക്. ഫ്ലെയിം വെച്ചിട്ട് ഒന്ന് ഉടച്ചു കൊടുക്ക്. കാശിപ്പൂ നല്ലതായിട്ട് ചിക്കി തോർത്തി എടുക്കണം. ഇത് താണ്ടടി അവിടെ എടുക്കുന്നടി മുട്ട ഏതാണ്ടൊക്കെ. 1.5 വയസ്സായി. ഭയങ്കര കുരുക്ക കാശിക്ക് അല്ലേ? പേമുൻ്റെ കൂടെ വരുന്നോ ബാംഗ്ലൂര്? കാശി കാശി ഉപ്പ് നോക്കുന്നടാ. മുട്ടയൊക്കെ അങ്ങനെ നന്നായി ഇതായി വന്നിട്ടുണ്ട്, വെന്ത് വന്നിട്ടുണ്ട്. നന്നായി ചിക്കി തോർത്തി എടുത്തു കഴിഞ്ഞാൽ അടിപൊളി മത്തങ്ങ തോരൻ റെഡി ആയിട്ടുണ്ട്. മത്തങ്ങ മുട്ടത്തോരൻ. മത്തയില മുട്ടത്തോരന്. പക്ഷേങ്കിൽ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ, ഞാനിതുവരെ കഴിച്ചിട്ടില്ല. എന്തുവാ കമ്പി പിടിച്ചതാ? അടിച്ചെല്ലാം കൈയെല്ലാം അഴുക്കാക്കി നോക്ക്. മതി പച്ചവെള്ളത്തിലിട്ട് കഴുകിയത്. അങ്ങനെ നമ്മുടെ മത്തയില മുട്ടത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ കൂട്ടുകാരെ. നമ്മുടെ നാട്ടിലൊക്കെ ഇഷ്ടംപോലെ മത്തയിലയൊക്കെ ഉണ്ട്. ഇവിടെ പറമ്പ് മൊത്തം മത്തയിലയും പിന്നെ അതെന്താ ഇലയാക്കിയത് പച്ചക്കറികളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. മേളിൽ ടെറസിലും ഒക്കെ ഇരിപ്പുണ്ട്. വെണ്ട, വഴുതന, അവർക്കുള്ള കറിക്കുള്ളതൊക്കെ കിട്ടുന്നുണ്ട്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ കൂട്ടുകാരെ. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. ബൈ ബൈ.